ഐ എം ജോസഫ് ബാബു എന്ന് വിളിക്കും. ഞാൻ ഹാരിസൺ മലയാളം കമ്പനിയുടെ സ്റ്റാഫായിരുന്നു. 2003 ഓൺവേർഡ്സ് പൈനാപ്പിളിനെ സംബന്ധിച്ച് അറിയുണ്ട്. 2020 ഞാൻ ജോലി വിട്ടു. അതിനുശേഷം പൈനാപ്പിൾ കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ പൈനാപ്പിളിനോടനുബന്ധിച്ച് റാന്നി പ്ലാച്ചേരി ഒരു ഷോപ്പ് നടത്തുന്നു. പൈനാപ്പിൾ റീറ്റെയിൽ ആൻഡ് ഹോൾസെയിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്കാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പബ്ലിക് മാർക്കറ്റിൽ വിൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആ ഒരു ടെൻഷനില്ല. വില കൂടിയാലും കുറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചും പിടിച്ചു നിൽക്കാനുള്ള ആ മുതൽ കിട്ടും. പൈനാപ്പിൾ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കാരണം ചില സീസണിൽ പൈനാപ്പിളിന് തീർത്ത് വില കുറയും. ആ സമയത്ത് നമുക്ക് പൈനാപ്പിൾ നഷ്ടമാകും. അതുകൊണ്ട് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പൈനാപ്പിൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. ഹണി ആഡ് ചെയ്ത് പാക്ക് ചെയ്യുന്നുണ്ട്. പിക്കിളാക്കുന്നുണ്ട്. ഇത് മൂന്നും ഡീഹൈഡ്രേറ്റഡ് പൈനാപ്പിളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതിനടുത്തതായിട്ട് പൈനാപ്പിൾ ഉണങ്ങി പൊടിച്ചിട്ട് ഡീഹൈഡ്രേറ്റഡ് പൈനാപ്പിൾ ഉണങ്ങി പൊടിച്ചിട്ട് അത് ബോളാക്കുന്നുണ്ട്. പിന്നെ ജാം ചെയ്യുന്നുണ്ട്, അത് പഴുത്ത പൈനാപ്പിളിൽ നിന്ന്. അതുകൂടാതെ ഏകദേശം 10ഓളം ഉൽപ്പന്നങ്ങൾ പൈനാപ്പിളിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിപണന സാധ്യത എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പ്ലാച്ചേരി ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ ഉള്ള ഇതും അതിൻ്റെ ഫലമായിട്ട് മലയാള മനോരമ കർഷക സ്ത്രീയിൽ ജൂലൈ ലക്കത്തിൻ്റെ ബെസ്റ്റ് ഫാർമർ എന്നുള്ള അവാർഡ് എനിക്കാണ്. ഇത് ഡ്രൈഡ് പൈനാപ്പിൾ പൊടിയാണ്, പൈനാപ്പിൾ പൗഡർ. ഇത് നമ്മൾ പച്ച പൈനാപ്പിൾ ഉണങ്ങിയിട്ടാണ് പൗഡർ ആക്കുന്നത്. ഇത് പൈനാപ്പിളിൻ്റെ എല്ലാ ന്യൂട്രീഷൻസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. യാതൊരു സാധനവും പുറത്ത് പോയിട്ടില്ല. സെക്കൻഡ് തിങ്, ആ പൊടി തന്നെ നമ്മൾ പൈനാപ്പിൾ ബോളാക്കുന്നുണ്ട്. പൈനാപ്പിൾ ബോൾ നമ്മുടേതായ രീതിയിൽ അത് ഉൽപ്പന്നം പുറത്തിറക്കിയിരിക്കുകയാണ്. അത് പീസ് 10 രൂപ വരും. അതാ രീതിയിൽ പോകുന്നു. പൈനാപ്പിൾ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് പൈനാപ്പിൾ പൗഡർ ആക്കി അതിനെ ബോളാക്കി വെച്ചിരിക്കുക. അതായത് പൈനാപ്പിൾ ലഡു എന്നുള്ളൊരു കൺസെപ്റ്റ് കാണണ്ട. കാരണം ഇത് കൂടുതൽ ഷുഗർ കുറച്ചുകൊണ്ട് ഷുഗർ പേഷ്യൻസിലൂടെ കഴിക്കത്തക്ക രീതിയിലാണ് ഇത് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനടുത്തത് പൈനാപ്പിൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത പൈനാപ്പിൾ ഇതിനെ കട്ട് ചെയ്തിട്ട് തേനകത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, ഓൺലി പൈനാപ്പിൾ ആൻഡ് ഹണി. ഇതും കൊച്ചുകുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. അതുകൂടാതെ ഇത് 2-3 വർഷം വരെ ഇരിക്കാനും സാധ്യതയുള്ള ഐറ്റമാണ്. അതേ സാധനം തന്നെ വീണ്ടും നമ്മൾ കട്ട് ചെയ്തിട്ട് പിക്കിളാക്കിയിരിക്കുക, പൈനാപ്പിൾ പിക്കിൾ. ഇത് അധികം കേരളത്തിൽ നോർമൽ പൈനാപ്പിൾ അവൈലബിൾ അല്ല, പൈനാപ്പിൾ പിക്കിൾ. ഇത് നമ്മൾ പൈനാപ്പിൾ ഉണങ്ങി എണ്ണയ്ക്കകത്ത് വറുത്ത് അത് ചെയ്യുന്നു. അതും 1 ഇയർ ഡ്യൂറേഷൻ ഉള്ളതാണ് പൈനാപ്പിൾ പിക്കിൾ. പിന്നെ അടുത്തത് പൈനാപ്പിൾ ജാം.